തീർത്ത മാധവിൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിയിരുന്നു. സന്തോഷത്താൽ പുത്തൻ പ്രതീക്ഷ അവളുടെ കണ്ണുകളിൽ നിറയുന്നുണ്ടായിരുന്നു. മിഴുനീർ തുള്ളികൾ മാധവിൻ്റെ നെഞ്ചിൽ ഇറ്റി വീണു. അഡോപ്ഷന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് തീർത്തയും മാധവും ഷിവുവിനോട് ഈ കാര്യം പറഞ്ഞത്. അത് കേട്ടതും ഷിവുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൾ തീർത്തയെ ചുറ്റി പിടിച്ചു. ഇത് കുറച്ചും കൂടി നേരത്തെ ആകാമായിരുന്നില്ലേ? ഷിവുവിൻ്റെ പക്വതയോടെയുള്ള ആ ചോദ്യം കേട്ട് മാധവും തീർത്തയും പരസ്പരം നോക്കി ചിരിച്ചു. അതിന് ഞങ്ങളുടെ ഈ കുഞ്ഞാവ വലുതാവണ്ടേ, എന്നാലല്ലേ വരുന്ന കുഞ്ഞാവയെ എടുത്ത് നടക്കാൻ പറ്റുള്ളൂ. ഷിവുവിൻ്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് മാധവ് പറഞ്ഞു. അത് കേട്ട് ഷിവു പൊട്ടിച്ചിരിച്ചു. എന്ത് വാവയാണ്? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അതൊന്നും പറയില്ല. ഏത് വാവയാണെങ്കിലും ഷിവു ഹാപ്പിയല്ലേ? തീർത്ത ചോദിച്ചു. അതെ, എന്നാലും പെണ്ണുകുഞ്ഞാവയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഹാപ്പിയാണ്. കണ്ണുറുക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നമുക്ക് നോക്കാം, മാധവ് പറഞ്ഞു. പിന്നീട് അവർ കുഞ്ഞിനെക്കുറിച്ചുള്ള സംസാരത്തിൽ മുഴുകി. എന്നാൽ ഇതേ സമയം മാധവ് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞ പാർവതി ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. മകൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരുന്ന അവർക്ക് ആരോ ഉപേക്ഷിച്ച കുഞ്ഞിനെ തൻ്റെ മകൻ വളർത്തുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ദേഷ്യം കൊണ്ട് പാർവതിയുടെ മുഖം ചുവന്നു. മാധവൻ്റെ ഈ തീരുമാനം അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ മകൻ്റെ സ്വന്തം കുഞ്ഞല്ലാത്ത ഒന്നിനെ ഈ തറവാടിൻ്റെ അവകാശിയായി ഞാൻ അനുവദിക്കില്ല, അവർ മനസ്സിലുറപ്പിച്ചു. എന്നാൽ മഹി അവരുടെ തീരുമാനത്തെ എതിർത്തു. അതൊക്കെ അവരുടെ മാത്രം തീരുമാനങ്ങളാണ്. അതിലൊന്നും നമ്മൾ ഇടപെടുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് മാധവനെ ഇനിയൊരു കുഞ്ഞുണ്ടാകില്ല എന്ന സാഹചര്യത്തിൽ. മഹി പാർവതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു പൊടിക്ക് പോലും അവർ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. മഹിയുടെ എതിർപ്പ് പോലും വകവയ്ക്കാതെ അവർ മാധവനെ കാണാനായി അവൻ്റെ വില്ലയിലേക്ക് യാത്ര തിരിച്ചു. മാധവും തീർത്തയും പുറത്തു പോകാനായി ഇറങ്ങുമ്പോഴാണ് ഗേറ്റ് കടന്ന് മേലേടത്തെ കാർ വരുന്നത് അവർ കണ്ടത്. തീർത്ത ആശങ്കയോടെ മാധവനെ നോക്കി. അപ്പോഴേക്കും കാറ് മുറ്റത്തെത്തിയിരുന്നു. അതിൽ നിന്നും ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പാർവതി പുറത്തേക്കിറങ്ങി. അപ്പോൾ തന്നെ കാര്യമെന്താണെന്ന് ഇരുവർക്കും മനസ്സിലായി. തീർത്തയ്ക്ക് അവരുടെ പ്രതികരണമോർത്ത് ചെറിയൊരു പേടി തോന്നിയെങ്കിലും മാധവ് യാതൊരു കൂസലുമില്ലാതെ നിൽക്കുകയാണ്. അല്ല, എന്താ പാർവതി തമ്പുരാട്ടി അടിയൻ്റെ വീട്ടിലൊക്കെ? വഴിമാറി വന്നതാണോ? തെല്ല് പരിഹാസത്തോടെ അവൻ ചോദിച്ചു. അതും കൂടിയായപ്പോൾ പാർവതിയുടെ ദേഷ്യം ഇരട്ടിച്ചു. അവർ അവനെ തറപ്പിച്ചു നോക്കി. ഞാൻ കേട്ടത് ശരിയാണോ? മുറ്റത്ത് തന്നെ നിന്നുകൊണ്ട് അവർ ചോദിച്ചു. എന്താ കേട്ടതെന്ന് പറയൂ, എന്നാലല്ലേ ശരിയാണോ തെറ്റാണോ എന്ന് പറയാനാകൂ. മാധവും അമ്മയെ അകത്തേക്ക് ക്ഷണിച്ചില്ല. നീ ഏതോ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പോകുന്നു എന്നറിഞ്ഞല്ലോ, അത് സത്യമാണോ? അവർ ചോദിച്ചു. അതെ, അത് സത്യമാണ്, വളരെ ലാഘവത്തോടെ അവൻ പറഞ്ഞു. ആരോട് ചോദിച്ചിട്ടാ നീ ആ തീരുമാനമെടുത്തത്? പാർവതിയുടെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറച്ചു. എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ട്. വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യം തൽക്കാലമില്ല, തീർത്തയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പാർവതിയുടെ നോട്ടം തീർത്തയ്ക്ക് നേരെയായി. അവരുടെ രൂക്ഷമായ നോട്ടം നേരിടാനാകാതെ അവൾ തല താഴ്ത്തി. കണ്ട അവളുമാരൊന്നും പിഴച്ചു പറ്റതൊന്നും മേലെടുത്ത് തറവാടിൻ്റെ അനന്തരാവകാശിയായി കണക്ക് കൂട്ടാൻ പറ്റില്ല. ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെയാണ്, അല്ലാതെ. ബാക്കി പറയാതെ അവർ പല്ല് ഞെരിച്ചു. മേലെടുത്ത് തറവാടിൻ്റെ അനന്തരാവകാശിയല്ല ഞങ്ങൾ ദത്തെടുക്കുന്നത്, ഞങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞിനെയാണ്. ആ കുഞ്ഞിന് മേലെടുത്തെ തറവാടോ അതിലെ അംഗങ്ങളോ ആയി യാതൊരു ബന്ധവുമില്ല. അത് ഈ മാധവിൻ്റെയും തീർത്തയുടെയും കുഞ്ഞാണ്. അതിനപ്പുറം യാതൊരു മേൽവിലാസവും ആ കുഞ്ഞിന് വേണ്ട. മാധവിൻ്റെ വാക്കുകൾ മുറുകി. പാർവതി ദേഷ്യത്തോടെ അവനെ തുറിച്ചു നോക്കി. അവരുടെ കണ്ണും മുഖവും വല്ലാതെ ചുവന്നു. നീയൊരു കുഞ്ഞിനെ ദത്തെടുത്താൽ നിനക്ക് കഴിവില്ലാഞ്ഞിട്ടാണെന്നല്ലേ ബന്ധുക്കൾ പറയുക? അതിനൊരു അവസരം കൊടുക്കണോ? പാർവതി ചോദിച്ചു. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ സന്തോഷമാണ് അമ്മയ്ക്ക് വലുതെങ്കിൽ എൻ്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കണം. അത് പറ്റില്ലെങ്കിൽ ഉപദ്രവിക്കാനായി ഇങ്ങോട്ട് വരരുത്, ഞങ്ങൾ അങ്ങോട്ടും വരില്ല. അമ്മയോട് അത്രയും പറഞ്ഞുകൊണ്ട് തീർത്തിയുടെ കൈയും പിടിച്ചുകൊണ്ട് അവൻ മുറ്റത്തേക്കിറങ്ങി. അപ്പോഴും ഒരു ശില പോലെ തറഞ്ഞു നിൽക്കുകയാണ് പാർവതി. അമ്മയോട് അത്രയൊന്നും പറയണ്ടായിരുന്നു, കാറിലിരുന്നു കൊണ്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് തീർത്ത പറഞ്ഞു. പറഞ്ഞത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. വർഷം ഇത്രയൊക്കെ കഴിഞ്ഞില്ലേ, എന്നിട്ടും എന്താ എൻ്റെ അമ്മയ്ക്ക് മാത്രം ഒരു മാറ്റവും വരാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
മനുഷ്യൻ്റെ മനസ്സ് ഇത്രയൊക്കെ കല്ലാകുമോ? അവൻ നിരാശയോടെ പറഞ്ഞു. അതിന് മറുപടി പറയാതെ തീർത്ത തിരിഞ്ഞ് പാർവതിയെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴും അവർ ആ മുറ്റത്ത് തന്നെ നിൽക്കുകയായിരുന്നു. മേലെടുത്ത് തിരിച്ചെത്തി പാർവതി റൂമിൽ കയറി കതകടച്ചു. പിന്നെ തലയണയിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു. എല്ലായിടത്തും ജയിച്ചു നിന്ന, എപ്പോഴും ജയിക്കണമെന്ന് മാത്രം വാശിയുള്ള മേലെടുത്ത പാർവതി സ്വന്തം മകൻ്റെ മുൻപിൽ തോറ്റുപോയിരിക്കുന്നു. അതും ഒരു തവണയല്ല, പലതവണ. അവനൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്നു എന്നറിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ എന്തൊക്കെ പറയും? തൻ്റെ മകൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ച് അവർ പാടി നടക്കില്ലേ? പിന്നെ തലയുയർത്തി നടക്കാനാകുമോ? പാർവതിക്ക് ഓർക്കും തോറും ഹൃദയം വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നി. എൻ്റെ മഹാദേവ, അവൻ്റെ മനസ്സ് മാറണേ, കുടുംബത്തിൻ്റെ അന്തസ്സ് കാത്തുകൊള്ളണേ. അവർ നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥന എല്ലാം വിഫലമായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ അഡോപ്ഷന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തിയാക്കിയ മാധവിൻ്റെയും തീർത്ഥയുടെയും കാത്തിരിപ്പിന് അവസാനമായിരുന്നു. 9 മണിക്ക് എത്താൻ പറഞ്ഞ കെയർ ഹോമിൽ അവർ 7:45 എത്തി. പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്തുകൊണ്ട് തീർത്ഥയെയും ചേർത്ത് പിടിച്ച് കുട ചൂടി മഴയിലൂടെ അവൻ ആ കെയർ ഹോമിലേക്ക് നടന്നു കയറി. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെയായിട്ടും തോർന്നിരുന്നില്ല. തലേന്ന് രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാത്തതിൻ്റെ ക്ഷീണം ഇരുവരുടെയും മുഖത്തില്ല. അവർ തിളങ്ങുന്ന കണ്ണുകളോടെ തങ്ങളുടെ കുഞ്ഞി പൈതലിനായി കാത്തിരുന്നു. ആകാംക്ഷ ഇരുവരുടെയും മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. കെയർ ഹോമിലും കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് അവരെയും കൊണ്ട് തൊട്ടടുത്തുള്ള മുറിയിലേക്ക് നടന്നു. ബേബി പൗഡറിൻ്റെ മണമുള്ള ഒരു കുഞ്ഞു മുറി. ചുവര് നിറയെ ചിത്രങ്ങളുണ്ട്. തറയിൽ അങ്ങിങ്ങായി കളിപ്പാട്ടങ്ങൾ ചിതറിക്കിടക്കുന്നു. ആ റൂമിലേക്ക് കയറിയപ്പോൾ മറ്റൊരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെയാണ് മാധവനും തീർത്ഥയ്ക്കും അനുഭവപ്പെട്ടത്. ഇതുവരെ അവർ അനുഭവിക്കാത്ത ഒരുതരം അനുഭൂതി അവരുടെ ശരീരത്തെ പൊതിഞ്ഞു. ഹൃദയം ക്രമാതീതമായി മിടിച്ചു. ശരീരം ചെറുതായി വിറച്ചു. ഇതാണ് മഴ. തറയിൽ വിരിച്ചിരിക്കുന്ന ഷീറ്റിൽ നിന്നും ഒരു പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ സ്റ്റാഫ് പറഞ്ഞു. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും തീർത്ഥയുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റായിരുന്നു. ഭയവും ആകാംക്ഷയും സന്തോഷവും എല്ലാം ഒരുമിച്ച് തികട്ടി വരുന്നൊരു വികാരം. ഫോട്ടോയിലൂടെ മാത്രം കണ്ട ഹൃദയത്തോടെ ചേർത്ത ആ കുഞ്ഞു മാലാഖയുടെ മുഖം ഒരു തവണ മാത്രമേ തീർത്ത കണ്ടുള്ളൂ. കണ്ണീരിനാൽ അവളുടെ കാഴ്ച അവ്യക്തമായിരുന്നു. മാധവാണ് കുഞ്ഞിനെ വാങ്ങിയത്. ആദ്യമായൊരു തരിപ്പോടു കൂടി അവൻ അവളെ വാങ്ങി നെഞ്ചോട് ചേർത്തു. അവൻ്റെ ശരീരം അവനറിയാതെ ഒന്ന് വിറച്ചു. എന്താണ് ഈ സ്പർശം, ഈ വികാരം? അവൻ്റെ ജീവിതം ഒരു നൂൽപ്പാലത്തിൽ എന്ന പോലെ ഒന്ന് പിടഞ്ഞു. ഒരു കുഞ്ഞു കൈ മാധവൻ്റെ നെഞ്ചിൽ പതിയെ അമർന്നു. ആ കുഞ്ഞു കൈയിൻ്റെ ചൂട് അവൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. അതൊരു വെറും സ്പർശനം മാത്രമായിരുന്നില്ല. അതവൻ്റെ ഹൃദയത്തിൽ പുതിയൊരു ലോകം തുറക്കുന്ന താക്കോലായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ കണ്ണുനീർ വർഷങ്ങളോളം അവൻ കൊണ്ടുനടന്ന എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്നു. നല്ല ഉറക്കത്തിലായിരുന്ന മഴ മാധവൻ്റെ നെഞ്ചിലെ ചൂടിൽ പതുങ്ങി. അവൻ ആ കുഞ്ഞു മുഖത്തേക്ക് ഉറ്റുനോക്കി. അവൻ്റെ ലോകം നിഷ്കളങ്കമായ മുഖത്തിൽ ചുരുങ്ങി. ചുറ്റുമുള്ളതൊന്നും മാധവ ആ നിമിഷം കാണുന്നുണ്ടായിരുന്നില്ല. ഈ കുഞ്ഞാണ് താൻ ഇത്രകാലം കാത്തിരുന്നത്. ഈ കുഞ്ഞാണ് താനിനി സംരക്ഷിക്കേണ്ട ലോകം. അവളെ ഇറുക്കി പിടിച്ച് അവൻ്റെ ചുണ്ടുകൾ ആ നെറ്റിയിൽ പതിയെ ചേർത്തു. ഒരച്ഛൻ്റെ ആദ്യത്തെ വാഗ്ദാനമായിരുന്നു ആ സ്പർശനം. ഈ ലോകത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിന്നെ ഞാൻ കാത്തുകൊള്ളാം. അവൻ്റെ കണ്ണുകളിൽ നിന്നും അടർന്നു വീണ ഒരു തുള്ളി കണ്ണുനീർ ആ കുഞ്ഞിൻ്റെ കവളിൽ ഇറ്റു വീണു. ഒരു കൈകൊണ്ട് കുഞ്ഞിനെയും മറു കൈകൊണ്ട് തീർത്ഥയെയും അവൻ ചേർത്ത് പിടിച്ചു. അപ്പോഴും തീർത്ഥയുടെ കണ്ണുകൾ പെയ്തു തോർന്നിരുന്നില്ല. സന്തോഷം കൊണ്ടവൾ വീർപ്പ് മുട്ടുകയായിരുന്നു. പുറത്ത് മഴ തോർന്നിരിക്കുന്നു. ആകാശം തെളിഞ്ഞു വന്നു. അതുപോലെ ഒരു പുതിയ പ്രകാശം പരന്നു. പുതിയൊരു തുടക്കത്തിന് വേണ്ടിയുള്ള പ്രകാശം. അവർക്കുള്ളിലെ വികാരങ്ങൾക്ക് ശബ്ദമുണ്ടായിരുന്നില്ല, വാക്കുകളുണ്ടായിരുന്നില്ല. പകരം ഒരു പുതിയ സ്നേഹത്തിൻ്റെ നിറവ് മാത്രം. ഒരു അച്ഛൻ്റെ സ്നേഹം, ഒരു അമ്മയുടെ വാത്സല്യം.